എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കലാപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു മൗണ്ടന്റെ മുകളിലേക്ക് അവിടുത്തെ ദൃശ്യഭംഗികളൊക്കെ ആസ്വദിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. പ്രഭാത സൂര്യന്റെ കിരണങ്ങളൊക്കെ ഭൂമി ഇങ്ങനെ തൊട്ട് തലോടി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മലകളിൽ നിന്നുള്ള കുളിർക്കാറ്റ് ശരീരത്തിൽ തഴുകി നീങ്ങുമ്പോൾ ബൈക്ക് യാത്ര ഒരു ആവേശമുള്ള ഒരു യാത്രയായി മാറി. ഗിയർ മുന്നോട്ടിട്ട് നീങ്ങുമ്പോൾ റോഡിന്റെ ഓരങ്ങളിൽ ചേർന്ന് നിന്ന മരങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സ്വാഗതം ചെയ്തു. യാത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ആ മലയുടെ മുകളിലെത്തി. യാത്ര അല്പം ദുഷ്കരമായിരുന്നു, ഓഫ് റോഡായിരുന്നു, പക്ഷേ അടിപൊളി യാത്രയായിരുന്നു. ചെറിയ പാതകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൽ കൂടെയൊക്കെയാണ് ബൈക്ക് ഓടിച്ച് മുകളിലേക്ക് എത്തിയത്. അവിടെ നല്ല തണുത്ത കാറ്റ്, പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ളൊരു പച്ചപ്പ്, നല്ല കണ്ണിനൊക്കെ നല്ല ഒരു ഇത് കുളിർമ തരുന്ന ഒരു പച്ചപ്പാണ് അവിടെ കാണാൻ സാധിച്ചത്. തൊട്ടടുത്ത മലയിൽ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. താറിന്റെ ഒരു വണ്ടി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരവിടെ റൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാഴ്ചകളും മനസ്സിൽ മായാത്ത ചിത്രങ്ങളായിട്ട് പതിഞ്ഞു. വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന പാതയിലൂടെ ബൈക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ വളവിലും പുതിയ ദൃശ്യങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ ചെറിയ അരുവികൾ റോഡിന് സമാന്തരമായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. അവയുടെ കളകളാരവം യാത്രയുടെ താളത്തിന് മാറ്റിക്കൂട്ടി. ബൈക്ക് യാത്രയിൽ കണ്ട മനോഹരമായ മറ്റൊരു കാഴ്ചയായിരുന്നു ഒരു അരുവി. വളഞ്ഞു പുളഞ്ഞ മലമ്പാതയിലൂടെ ഉള്ള യാത്രയിൽ ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഒരു നേർത്ത കളകളാരവം കേട്ടു തുടങ്ങി. അതെന്നെ അരുവിയുടെ അടുത്തേക്ക് ആകർഷിച്ചു. ബൈക്ക് റോഡരികിൽ നിർത്തി ഞാൻ അരുവിക്കരയിലേക്ക് നടന്നു. അരുവി ഇങ്ങനെ ഒഴുകുകയാണ്. മരങ്ങളും കുറ്റിച്ചെടികളും പച്ചപ്പൊക്കെ നിറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്തിലൂടെയാണ് ഈ അരുവി ഒഴുകുന്നത്. പാറക്കെട്ടുകളിലൂടെ ചെറിയ ഉരുളൻ കല്ലുകൾക്കിടയിലൂടെയൊക്കെ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് കാണാൻ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അരുവിയുടെ ശബ്ദം മനസ്സിൽ വല്ലാത്തൊരു ശാന്തത നൽകി. അരുവിയുടെ അരികിലുള്ള ഒരു പാറക്കെട്ടിൽ കുറച്ചു നേരം ഇരുന്നു. ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. തണുത്ത കാറ്റ് മുഖത്ത് തഴുകി നീങ്ങുമ്പോൾ ജീവിതത്തിന്റെ ഓരോ തിരക്കുകളൊക്കെ എങ്ങോ മറന്ന പോലെയായിട്ടോ. അരുവിയുടെ ഓരോ തുള്ളിയും പ്രകൃതിയുടെ പരിശുദ്ധിയെ വിളിച്ചോതുന്നതായിരുന്നു. യാത്രയുടെ ക്ഷീണമെല്ലാം ആ അരുവിയുടെ സാമീപ്യത്തിൽ അലിഞ്ഞില്ലാതായി.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.